പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു 1200 ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കൽ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഏപ്രിൽ 14-ാം തീയതിയാണ് ഇത്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയും ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ മുൻനിർത്തി ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ചിലപ്പോൾ മറ്റു ജ്യോതിഷ പ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം മറ്റേതു പ്രവചനത്തെക്കാളും മികച്ചതായി തീരുവാൻ ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വിഷുഫലം മീനക്കൂറുകാരുടേതാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഈ വർഷത്തെ വിഷുഫലം മീനക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ഏറിയതായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതാണ്. താമസ സ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇക്കൊല്ലം അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിനും വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും ഈ വർഷം വളരെയധികം അനുകൂലമാണ്. വളരെ കാലമായി കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് അതിനുള്ള അനുഗ്രഹവും ലഭ്യമാകുന്നതാണ്. തൊഴിലന്വേഷകർക്ക് പുതിയ ജോലി നേടിയെടുക്കുവാൻ അവസരമുണ്ടാകുന്നതാണ്. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം കാട്ടുന്നതിനാൽ ഇടയ്ക്കിടെ അലച്ചിലുണ്ടായി വരുന്നതാണ്. രോഗഭയവും നാൽക്കാലികളിൽ നിന്നുള്ള ആക്രമണവും കരുതിയിരിക്കേണ്ടതാണ്. സമൂഹത്തിലെ ഉന്നതസ്ഥാനീയരുമായുള്ള ബന്ധം ജീവിതത്തിൽ മേന്മകൾ കൊണ്ടുവരുന്നതിന് ഇടയാക്കുന്നതാണ്. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പുതിയ നീക്കങ്ങൾ മൂലം നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കൃഷി, കാലി വളർത്തൽ മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. ഗവൺമെന്റിൽ നിന്ന് പുതിയ പല സാമ്പത്തിക നേട്ടങ്ങളും പാരിതോഷികങ്ങളും ലഭ്യമാകുന്നതാണ്. കൃഷിക്കാർ കാലാവസ്ഥയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തി വേണം കൃഷി ചെയ്യുവാൻ. വിദ്യാഭ്യാസ മേഖലയിൽ നിയമക്കുരുക്ക് മാറ്റിയെടുക്കേണ്ടതായി വരുന്നതാണ്. ധന ഇടപാടുകളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുരംഗത്ത് കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെയുള്ള ചുവടുമാറ്റത്തിന് അവസരം ലഭ്യമാകുന്നതാണ്. അധികാര മേഖല അല്പം കലുഷിതമാകുന്നതാണ്. പരസ്പര വിദ്വേഷത്തിനും പിന്നിൽ നിന്നുള്ള ആക്രമണത്തിനും ഇടയാവുന്നതാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. കല്യാണകാര്യത്തിലെ അനിശ്ചിതത്വങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആഭരണങ്ങൾ, ധനം മുതലായവ കടം കൊടുത്ത് വയ്യാവേലികൾ വരുത്തിവെക്കരുത്. വിദ്യാർത്ഥികൾക്ക് തൊഴിലിൽ പുരോഗതിയും അന്തർദേശീയമായ ചില ബഹുമതികൾ ലഭ്യമാകുന്നതുമാണ്. ഉല്ലാസയാത്രകളും മറ്റും പോകുന്നവർ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. ജലം, ഉയർന്ന പ്രദേശങ്ങൾ എന്നിവയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മീനക്കൂറുകാരെ, നിങ്ങളുടെ ഈ വർഷത്തെ വിഷുഫലം ഇപ്രകാരമാണ്. ഇതിൽ ഗുണപരമായ കാര്യങ്ങളും ചില ദോഷകാര്യങ്ങളും കൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ ദോഷകാര്യങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനായി ചില പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. മഹാദേവന് പ്രദോഷ ദിവസം ജലധാരയും കൂവളമാലയും സമർപ്പിക്കുന്നതും പിൻവിളക്ക് നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിക്കുന്നതും ശ്രീകൃഷ്ണന് തുളസിമാല സമർപ്പിക്കുന്നതും വെണ്ണ നൈവേദ്യം നടത്തുന്നതും ശാസ്താവിന് മുഖക്കാപ്പും നീരാഞ്ജനവും നടത്തുന്നതും അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന കഴിപ്പിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ഐശ്വര്യപൂജ നടത്തുന്നതും ചാമുണ്ഡി ക്ഷേത്രത്തിൽ താലി നേർച്ച നടത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ഗൃഹത്തിൽ വിഷ്ണു സ്തോത്രങ്ങൾ, ദേവീസ്തോത്രങ്ങൾ മുതലായവ പാരായണം ചെയ്യുന്നതും ദോഷപരിഹാരമാകുന്നു. അപ്പോൾ ഈ വർഷത്തെ വിഷു ഏവർക്കും സർവൈശ്വര്യങ്ങളും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.